ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മെയ് എന്ന വാക്കിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു മെയ്ക്ക് 3 ഉപയോഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് സാധ്യതയെ കാണിക്കാൻ, 2 അനുവാദം, നമ്മൾ പെർമിഷനൊക്കെ കൊടുക്കുന്നത്, അത് പെർമിഷൻ ചോദിക്കുന്നത്, അതിനൊക്കെ മേ ഉപയോഗിക്കും. പിന്നെ ആശംസയ്ക്കായിട്ട്. അപ്പോൾ സാധ്യത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇന്ന് നമ്മൾ കാണുന്നത് അനുവാദം ചോദിക്കുന്നതും കൊടുക്കുന്നതും. നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിലെ ക്യാൻ എന്ന വാക്ക് അനുവാദത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിരുന്ന ക്യാൻ ഉപയോഗിക്കും. ക്യാൻ, CAN, ക്യാൻ. നേരത്തെ ഒരു ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ഞാൻ പോയിക്കോട്ടെ, എനിക്ക് പോകാമോ, ക്യാൻ ഐ ഗോ. അപ്പൊ അതും ഇതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഇത് കുറെ കൂടി ഫോർമലാണ്. ഫോർമൽ എന്ന് പറയുന്നത് നമ്മുടെ അധികാരികളോട് അനുവാദം ചോദിക്കുന്നത്. ഇപ്പൊ കുട്ടികളാണെങ്കിൽ അധ്യാപകരോടൊക്കെ അനുവാദം ചോദിക്കുമ്പോൾ മേ ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് പരിചയമില്ലാത്ത ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അനുവാദം എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ എന്ത് പറയും, മേ ഉപയോഗിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ അധികാരികളോട്, പിന്നെ നമുക്ക് പരിചയമില്ലാത്തവരോടൊക്കെ, അപ്പോൾ അത് മേ ഉപയോഗിക്കും. മറ്റേ ക്യാൻ ഉപയോഗിക്കുന്നത് നമുക്ക് വളരെ പരിചയമുള്ള ആളുകൾ, ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ നിന്റെ പേന ഒന്ന് എടുത്തോട്ടെ, ക്യാൻ ഐ ടേക്ക് യുവർ പെൻ, അങ്ങനെ ചോദിച്ചാൽ മതി. മേ ഐ ടേക്ക് യുവർ പെൻ എന്ന് അങ്ങനെ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ പക്ഷെ നമ്മുടെ ക്ലാസ് ടീച്ചറിന്റെ പേനയൊക്കെയാണ് നമ്മളൊന്നും എടുക്കാൻ, നമ്മുടെ കയ്യിൽ പേനയില്ല, അത് മേ ഐ ടേക്ക് എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് കാര്യം പിടികിട്ടിയല്ലോ. ഇത് അനുവാദം ചോദിക്കുകയാണ് എന്ത്, ഈ മേ ഉപയോഗിച്ച്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു സബ്ജക്റ്റ് മേ പ്ലസ് ബേസ് ഫോം അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, മേ കൊണ്ടുവന്ന് മുമ്പിലിടും, എന്നിട്ട് സബ്ജക്റ്റ് ഇവിടെ വയ്ക്കും. പിന്നെ എപ്പോഴും ഇതെല്ലാം ബേസ് ഫോം ആണ്, പ്രസന്റ് ഫോം ഒന്നും അല്ല, ബേസ് ഫോം ആണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ മേ ഐ ഗോ, ഞാൻ പോയിക്കോട്ടെ. അപ്പൊ പെർമിഷൻ തരാകുമ്പോ എങ്ങനെയായിരിക്കും, അനുവാദം, നിനക്ക് പോകാം, യു മേ ഗോ. പെർമിഷൻ അങ്ങനെ കൊടുക്കുന്നത്. നമ്മൾ അധികാരമുള്ള അനുവാദം ചോദിക്കുന്ന, അല്ലെ ക്ലാസ് ടീച്ചറോട് ചോദിക്കുകയാണ്, ഞാൻ പോയിക്കോട്ടെ, മേ ഗോ, ഞാൻ പോയിക്കോട്ടെ. അപ്പൊ പറയും യു മേ ഗോ. അനുവാദം കൊടുക്കുന്ന, എനിക്ക് പോകാം. അങ്ങനെ നമുക്ക് തർജ്ജിമ, യു മേ ഗോ. മേ ഐ സിറ്റ്, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. നമ്മളവിടെ ചെല്ലുമ്പോൾ ബെഞ്ചിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, പരിചയമില്ലാത്ത ആളാണ്, സ്ട്രേഞ്ചർ, പാർക്കിൽ. അപ്പൊ നമ്മൾ ചോദിക്കണം, ജസ്റ്റ് ഒരു എന്താണ് പറയുക, ഒരു മര്യാദയുടെ ഇതില്, മേ ഐ സിറ്റ് ഹിയർ, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ, മേ ഐ സിറ്റ് ഹിയർ, മേ ഐ സിറ്റ് ഹിയർ. മറ്റേ നമുക്ക് ഒരു പരിചയമില്ല, ക്യാൻ ഐ സിറ്റ് ഹിയർ എന്നല്ലേ ചോദിക്കുന്നത്, മേ ഐ സിറ്റ് ഹിയർ. അപ്പൊ സ്ട്രേഞ്ചേഴ്സിനോട്, അപരിചിതരോട്, പരിചയമില്ലാത്തവരോട് അനുവാദം ചോദിക്കുമ്പോൾ സാധാരണ മേ ആണ് ഉപയോഗിക്കുന്നത്. മേ ഐ സിറ്റ്, മേ ഹെൽപ്പ് യു. നമ്മൾ എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോൾ, ഹോട്ടലിലൊക്കെ ചെന്നാൽ അവര് ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ള ഉപയോഗിച്ചിട്ട് മേ ഹെൽപ്പ് യു. കാരണം നമുക്ക് അവർ തമ്മിൽ പരിചയമൊന്നുമില്ല. അയാൾ അവിടെ ജോലി ചെയ്യുന്ന റിസപ്ഷൻ കൗണ്ടറിൽ, അപ്പൊ അവർ ചോദിക്കുന്നത് മേ ഹെൽപ്പ് യു, മേ ഐ ഹെൽപ്പ് യു അല്ലേ. അതിപ്പോ എയർപോർട്ടിൽ ചെന്നാലും അവരെ സർവീസിന് വേണ്ടി ഇരിക്കുന്നവരൊക്കെ ഈ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ സഹായിച്ചോട്ടെ, മേ ഹെൽപ്പ് യു. മേ ഐ സ്പീക്ക്, ഞാൻ സംസാരിച്ചോട്ടെ. നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി അനുവാദം ചോദിക്കുകയാണ്, മേ ഐ സ്പീക്ക്. അപ്പൊ നമ്മൾ അധികാരികളോടാണ് ചോദിക്കുന്നത്. അത് വിയും വെച്ചാൽ മേ വി ഗോ. കുറച്ച് പേര് കൂട്ടമായിട്ട് ടീച്ചറിനോട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയിക്കോട്ടെ, മേ വി ഗോ. അങ്ങനെ നമുക്ക് പ്ലൂറല് മേ വി സിറ്റ്, കൂടുതൽ പേരുണ്ടെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കാം. ഇതാണ് മേയുടെ രണ്ടാമത്തെ ഉപയോഗം. എന്താണ്, അനുവാദം ചോദിക്കുന്നതിനും അനുവാദം കൊടുക്കുന്നതിനും മേ ഉപയോഗിക്കും ഇംഗ്ലീഷില്. ക്യാൻ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ക്യാൻ കുറെ കൂടി ഇൻഫോർമൽ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത കൂട്ടുകാരോടൊക്കെ എന്തെങ്കിലും അനുവാദം ചോദിക്കുന്നതിനെ ക്യാൻ ഉപയോഗിക്കുള്ളൂ. മേ പക്ഷെ സുപ്പീരിയേഴ്സിനോട്, സ്ട്രേഞ്ചേഴ്സ്, അപരിചിതരോടൊക്കെ നമുക്ക് പെർമിഷൻ വാങ്ങിക്കുന്നതാണ് മേ ഉപയോഗിക്കുന്നത്. ഫോർമുല ഇതാണ്. ഇത് ചോദ്യമാണ് ശരിക്കും അല്ലേ. പിന്നെ ഇതിന് അനുവാദം കൊടുക്കുന്നതിനും ഇത് തന്നെ. അപ്പൊ യു മേ ഗോ എന്ന് പറയും, നിനക്ക് പോകാം, നിങ്ങൾക്ക് പോകാം, അങ്ങനെ പറയാം. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഉള്ളത് നമ്മുടെ വെർബിന്റെ ലിസ്റ്റ് എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും, റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അത് പഠിക്കണം, ഈ ഫോംസ് പഠിക്കണം, അല്ലാതെ ഇംഗ്ലീഷ് പറയില്ല. ബേസിക് കുറെ വാചകങ്ങൾ പഠിച്ചാലൊന്നും ഇംഗ്ലീഷ് കാണാപ്പാഠം പഠിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അറിഞ്ഞിട്ടാൽ നമുക്ക് എന്തോരം വാചകങ്ങൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ,
എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയില് 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 9ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇപ്പൊ 4 ഫോംസ് ആണ് വെർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോംസ്. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം നമ്മൾ കണ്ടതുപോലെ ഇവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് ഭാഷയിലെ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. ഈ 4 ഫോം അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാനോ സംസാരിക്കാനോ എഴുതാനോ ഒന്നും കഴിയില്ല. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമ്മൾ 3 ഫോമേ പഠിക്കുകയുള്ളൂ: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഉച്ചാരണവും അതിന്റെ സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ട്. മറ്റൊന്ന് പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷേ ഒരെണ്ണം പ്ലൂറലാണ്, ഒന്ന് സിംഗുലർ. ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂറല്, രണ്ടാമത് എഴുതിയിട്ടുള്ളത് സിംഗുലർ ആണ്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് തുടങ്ങാം. ഡിഗ്, ഡഗ്, ഡഗ്,
stick, stuck, stuck, spin, spun, spun, sting, stung, stung, cling, clang, clang, fling, flang, flang, sling, slang, slang. ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? ഇവയില് പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തൊന്നും അല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്, വ്യത്യാസമുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനുള്ള വെർബുകളൊക്കെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ്. നമുക്ക് കാണാം. ആഡ്, ആഡഡ്, ആഡഡ്, admire, admired, admired, apologize, apologized, apologized, bathe, bathed, bathed, care, cared, cared, clear, cleared, cleared, compare, compared, compared, connect, connected, connected, deliver, delivered, delivered, drag, dragged, dragged, fill, filled, filled, hang, hanged, hanged, heal, healed, healed, injure, injured, injured, judge, judged, judged, murder, murdered, murdered, like, liked, liked, memorize, memorized, memorized, look, looked, looked, measure, measured, measured, plan, planned, planned, notice, noticed, noticed. ഓർക്കുക, ഈ വെർബുകൾ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇങ്ങനെ ചില വാക്കുകൾ നോക്കുമ്പോൾ അതിന്റെ സിംഗുലറിലെ സ്പെല്ലിംഗിൽ വ്യത്യാസങ്ങൾ കാണാം. അതുപോലെ ചിലപ്പോൾ പാസ്റ്റ് ഫോമിലൊക്കെ ചില അക്ഷരങ്ങൾ ഡബിൾ ആകുന്നുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാക്കുകളുടെ ഉച്ചാരണം പഠിക്കണം, ഈ വാക്കുകളും പഠിക്കണം, അർത്ഥം പഠിക്കുക. ഓക്കെ.